മലപ്പുറം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് 16 പേരാണ് പത്രിക നൽകിയത്. തിങ്കളാഴ്ചയാണ് പിൻവലിക്കാനുള്ള അവസാന തീയതി. മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചാരണവും പുരോഗമിക്കുന്നു. അവസാന ദിവസം 9 പേരാണ് നാമനിർദ്ദേശ പത്രിക നൽകിയത്. LDF, UDF, NDA സ്ഥാനാർത്ഥികളും ഇവരുടെ ഡമ്മി സ്ഥാനാർത്ഥികൾക്കും പുറമെ എല്ലാവരും സ്വതന്ത്രന്മാർ. ഇന്ന് നടക്കുന്ന സൂക്ഷ്മ പരിശോധനയ്ക്ക് ശേഷം 27 വരെ പത്രിക പിൻവലിക്കാൻ സമയമുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച SDPI വെൽഫെയർ പാർട്ടി സ്ഥാനാർത്ഥികൾ ഇത്തവണ മത്സരരംഗത്തില്ല. മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം മണ്ഡല പര്യടനത്തിനു മുമ്പുള്ള പ്രചാരണ തിരക്കിലാണ്. LDF നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് പൂർത്തിയാകും. വേങ്ങര, വള്ളിക്കുന്ന്, മഞ്ചേരി കൺവെൻഷനുകളാണ് ഇന്ന് നടക്കുക. മലപ്പുറത്തെ LDF പാർലമെന്റ് മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് പാലോളി മുഹമ്മദ് കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഈ വടക്കേ ഇന്ത്യയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ, അവിടെ നിന്ന് ഉരുണ്ടുകൂടുന്ന കറുത്ത കാർമേഘങ്ങളും ഇന്ത്യ രാജ്യത്താകെ വ്യാപിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ആ ഭാവിയെ സംബന്ധിച്ച്, കറുത്തിലുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള ഉത്കണ്ഠയോട് കൂടിയിട്ടുള്ള ചിന്ത ജനങ്ങൾക്കുണ്ട്. LDF സ്ഥാനാർത്ഥി MB ഫൈസലിന്റെ വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം സത്യൻ മുഖേരിയും നിർവഹിച്ചു. UDFന്റെ അസംബ്ലി മണ്ഡലം കൺവെൻഷനുകൾ ഇതിനകം പൂർത്തിയായി. PK കുഞ്ഞാലിക്കുട്ടിയുടെ മണ്ഡല പര്യടനം ഞായറാഴ്ച തുടങ്ങും. BJP നിയമസഭാ മണ്ഡലം കൺവെൻഷനുകൾ ഇന്ന് ആരംഭിക്കും. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.